ഹലോ ഓൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കാശ്മീരിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാശ്മീരിലെ പഹൽഗാമിൽ സഞ്ചാരത്തിന് പോയവരെ പട്ടാളക്കുപ്പായം അണിഞ്ഞ് ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുന്നവർ വെടിയുതിർത്ത് തുരുതുര കൊല്ലുന്ന ഒരവസ്ഥ. 27-28 പേര് മരിക്കുകയുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഇതിലെനിക്ക് പറയാനുള്ളത്, പഹൽഗാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയെന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണെന്ന് പറയുകയുണ്ടായി. പല വിദഗ്ധരും പറയുന്നത് അതുമായിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അതുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായി. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, അതിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. പഹൽഗാമിൽ പോകുമ്പോഴേക്ക് അവിടെ നമുക്ക് കാറോ ട്രക്കോ നമുക്ക് വലിയ വാഹനങ്ങളിലേക്കോ ചെറിയ വാഹനങ്ങളിലേക്കോ പോകാൻ പറ്റില്ല. അതിൽ അവിടെ പോകാൻ കഴിയുന്നത് ഒന്നല്ലെങ്കിൽ നടന്നു പോവാം, അല്ലെങ്കിൽ ഹോഴ്സ് കുതിരയിൽ പോവാം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുന്നവർക്ക് ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. കാരണം വണ്ടിയും കാറും പോവാത്ത സ്ഥലങ്ങളാവുമ്പം ആൾക്കാർ പോകുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഈ വെടിയുതിർക്കുക എന്നുള്ളത് പഴയ ഒരു കാര്യമല്ല, ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രധാന കാരണം, അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷേ അറിയാമല്ലോ, മനുഷ്യന് ഭ്രാന്താവുമ്പോൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരവസ്ഥയാണ് ഈ ഭീകരവാദം എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു സമയത്തിൽ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ നമ്മളൊരു രാജ്യം എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. ഓരോ മതസ്ഥനും അല്ലെങ്കിൽ മതമില്ലാത്തവനും ഒറ്റക്കെട്ടായിരിക്കണം. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിൽ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ മതത്തിനെ ചോദിച്ചു, അല്ലെങ്കിൽ നിന്റെ പേരെന്താണ്, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചു എന്നുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ ചോദിച്ചു എന്ന് അവിടെയുള്ള ടൂറിസ്റ്റ് സഞ്ചാരത്തിന് പോയവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് ശരി തന്നെയാണെന്ന് ഇരിക്കട്ടെ, ശരി തന്നെയാണ്, അവർ കള്ളം പറയേണ്ട ആവശ്യം അവർക്കില്ല, നമുക്ക് അവരെ വിശ്വാസമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു മതത്തിനെ ഒരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മതത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നീ മുസ്ലിം ആണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ നീ ഹിന്ദു ആണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടും, നീ മുസ്ലിം ആണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, നീ ഹിന്ദു ആണെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ അതൊരു മതം, ഇന്ന ഒരു മതമായിക്കോട്ടെ, ആ മതത്തിനുള്ള ബാക്കി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള സംസാരം നമ്മളെ സൈഡിൽ നിന്ന് വരാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഈശ്വരനെ വിശ്വസിക്കുന്നു, അത് നിങ്ങളെ സ്വന്തമായ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം മനുഷ്യന്മാരാണ്. അപ്പോൾ ഇന്ന ഒരു ആള് ഇങ്ങനെ ഒരു സംസാരിച്ചെന്ന് പറഞ്ഞ് യുവമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും സംഭവിച്ചു പോകുന്നു എന്നൊരു സംസാരം നമ്മളെ സൈഡിൽ നിന്ന് വരാൻ പാടില്ല. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. തെറ്റ് ചെയ്തവർ, അത് എല്ലാത്തിലും കീടാണുക്കളുണ്ടാവും. അപ്പോൾ ആ കീടാണുക്കളെ ഒഴിവാക്കുക എന്നല്ലാതെ നമ്മൾ ആ കീടാണുക്കൾ എന്തു പറഞ്ഞു അതുകൊണ്ട് ആ മൊത്ത ആൾക്കാരെയും ഒഴിവാക്കുക എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഞാൻ പല യൂട്യൂബിൽ ഇപ്പം തന്നെ ഞാൻ പല കമൻസുകളും കണ്ടു. എല്ലാവരും മാറി മാറി വിദ്വേഷം പറയുകയാണ്. മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രൈസ്തവരായാലും കമന്റ്സിലൊക്കെ ഒരാൾ പറയുന്നു, മുസ്ലിംസ് നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ രാജ്യം നന്നായി പോകാത്തതെന്ന്. അതോടെ ഒരാൾ ഹിന്ദുക്കൾ മുസ്ലിംസ് വേറെ പറയുന്നു, ഹിന്ദുക്കൾ നിങ്ങൾ മാറിയിരിക്കണം, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ മതസ്ഥരും തൻ്റെ മനസ്സിലുള്ള വിദ്വേഷങ്ങളാണ് ഈ യൂട്യൂബ് കമന്റ്സിലൂടെ അറിയിക്കുന്നത്. ഇത്രയും എന്തിനാണ് മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കുകയാണെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവത്തിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിനെ, നിങ്ങളുടെ മതാചാരത്തിനെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഈ രാജ്യത്ത്, ഈ ലോകത്ത് എവിടെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു ആരാധനയും ആർക്കും വേണ്ട. അങ്ങനെ ഒരു മതവും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മാറി മാറി കുറ്റപ്പെടുത്തുന്നതനുസരിച്ച് നമ്മൾ അവിടെ എന്ത് നടന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഇപ്പോൾ തന്നെ ലഷ്കർ ഇ തൊയ്ബ എന്നുള്ള ഒരു ടെററിസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടെററിസ്റ്റിന് മുദ്ര കുത്തുന്ന ഒരാളുടെ പേരിലാണ് ഈ എന്താ പറയുക,
വെടിയുതിർത്തൽ നടന്നു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത്. അത് ശരിവയ്ക്കാനും അവർക്ക് വീണ്ടും അവർ പറയുന്നു ഇനിയും അന്വേഷണങ്ങൾ കൂടുതലുണ്ട്, ഇനി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനും ഉണ്ടെന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ പല ആൾക്കാർ, പല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. കാരണം മതത്തെ ചൊല്ലി അല്ലെങ്കിൽ മതാചാരങ്ങളെ ചൊല്ലി ആര് തന്നെ പ്രശ്നം വെച്ചാലും അത് ഉടനെ തന്നെ പരിഹരിക്കണം. കാരണം ഇല്ലെങ്കിൽ അത് നാടിന് തന്നെ വിപത്താണ്. അപ്പോൾ എന്താന്ന് പറയുക, നമ്മൾ പരമാവധി നമ്മളെ സൈന്യം, തീർച്ചയായിട്ടും നമ്മളെ സൈന്യം വളരെ ജയന്റായിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, ലോകം തന്നെ അറിയുന്ന ഒരു സൈന്യം തന്നെയാണ്. അവർ തീർച്ചയായും അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. അവർ കൊടുത്തിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ മാറി നിന്ന് മാറ്റി ചൊറിച്ചലുകൾ ഉണ്ടാക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് മതമെന്നല്ല മനുഷ്യനെന്ന നിലയ്ക്ക് നിന്ന് നമ്മൾ വിജയിക്കാൻ വേണ്ടി നോക്കണം. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഡൽഹിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുപാട് ശക്തമാക്കിയിട്ടുണ്ട്. ഇനി വിട്ടുവീഴ്ചകളില്ലാതെ അല്ലെങ്കിൽ വീഴ്ചകൾ വരാതിരിക്കാനുള്ള പോംവഴികൾ അവർ നോക്കിയിട്ടുണ്ട്. ഇനി ഒരു രീതിയിലും എന്താ പറയുക, അവിടെ നിന്ന് വെടിയുതിർത്ത 6 അംഗ സംഘം എന്തോ ഉണ്ടെന്ന് പറയുന്നു, അവര് പുറത്ത് കടക്കാതെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും പിടിക്കുമെന്ന് തന്നെയാണ്. അപ്പൊ ഇതുമായിട്ടുള്ള എന്ത് കോൺസിക്വൻസസും ഇന്ത്യ നേരിടാൻ തയ്യാറെന്ന് തന്നെയാണ് ഏജൻസികളും അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ളവരും എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് ഒരു യുദ്ധത്തിനല്ല, പക്ഷേ തിരിച്ചടി അത്യാവശ്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം, ഒരു കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ചുമ്മാ വന്ന് ഇങ്ങനെ വെടിവെച്ചിട്ട് പോകാനൊന്നും ശരിയില്ല. കാരണം നിങ്ങൾ ആലോചിക്കണം, വിനോദസഞ്ചാരികളാണ് അവർ, അല്ലെങ്കിൽ സഞ്ചാരികളാണ് അവര് ഒരു രാജ്യത്തിന്റെ ഒരു എന്താ പറയുക പരമോന്നത സ്ഥാനത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടി എതിര് പ്രവചിച്ചോ അല്ലെങ്കിൽ നല്ലത് പ്രവചിച്ച ഒരാൾക്കാരൊന്നുമില്ല. അവരൊരു സാധാ ആൾക്കാർ. അവർ വന്നിട്ട് എന്താ പറയുക, അവരുടെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി വന്ന അവർക്ക് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ ദാരുണാന്ത്യം തന്നെയാണ്, വളരെ സങ്കടം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് പറയേണ്ട വേറൊരു കാര്യം, നമ്മൾ കേരളത്തിൽ നിന്ന് 3 ഹൈക്കോടതി ജഡ്ജികൾ അവിടെ ഫാമിലിയുമായിട്ട് കാശ്മീരിൽ പോയി എന്നാണ് അറിവുണ്ടായത്. പക്ഷെ അവര് ട്രക്കിങ്ങിന് പഹൽഗാമിൽ പോയിട്ടില്ല. അതുമല്ലാതെ എന്തോ 45 മിനിറ്റിന് മുമ്പ് എന്തായിട്ട് അവര് കാശ്മീർ വിട്ടു എന്നും പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് അവർ, ഹൈക്കോടതി ജഡ്ജികളാണ്. അങ്ങനെ സംസാരമുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നു അല്ലെങ്കിൽ ഇതിൽ അവർക്ക് പങ്കുണ്ടോ എന്നൊക്കെ വരെ സംസാരം വരുന്നുണ്ട്. അങ്ങനെ സംസാരം വരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പോയായിരിക്കാം. പിന്നെ അറിയാമല്ലോ, എന്തേലും കിട്ടാൻ വേണ്ടി ആരെല്ലാമോ എവിടൊക്കെയോ കൊതിച്ചിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ചിലതൊക്കെ വഴിമാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ തീരട്ടെ, വീണ്ടും എല്ലാം സമാധാനത്തിലാവട്ടെ. മനസ്സിൽ വിദ്വേഷമുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടി കിട്ടട്ടെ. അപ്പോൾ എല്ലാം പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കട്ടെ. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ ഡൽഹിയിൽ എത്രയും പെട്ടെന്നൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം കാശ്മീരിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് വിശ്വാസം. സോ നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, രാജ്യത്തിന് വേണ്ടി നിൽക്കുക, മനുഷ്യന് വേണ്ടി നിൽക്കുക, മതത്തിന് വേണ്ടി നിൽക്കരുത്. അപ്പോൾ എല്ലാം ശരിയാവും.